ഹലോ ഗായ്സ്, ഇന്ന് എൻ്റെ സൺഡേ ആണ്. സൺഡേ മാത്രമാണ് എനിക്ക് ഓഫ് ഉള്ളത്. എനിക്ക് നല്ല സങ്കടമുണ്ട്. അപ്പോൾ ഗൈസ്, ഇന്ന് ഞാൻ എന്താ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഞാൻ ഗെറ്റ് റെഡി വിത്ത് മീ ചെയ്തു. ദാറ്റ് ഇസ് ദ തിങ്. ദർ ഇസ് സംതിങ് ദാറ്റ് ഐ ക്യാൻ ഷോ യു. പിന്നെ ഞാൻ ജസ്റ്റ് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ഈ സ്ഥലത്ത് നിന്ന് മാറാൻ പോവാണെന്നുള്ളത്. അപ്പോൾ ഞാൻ വേറൊരു സ്ഥലത്തേക്ക് പോവാണ് ഗൈസ്. നിങ്ങൾക്കറിയാം, നാട്ടിൽ നിന്ന് വരുമ്പോൾ എൻ്റെ ഈ രണ്ട് പെട്ടികളിൽ മാത്രം സാധനങ്ങളുമായി വന്ന ഞാൻ ഇപ്പോൾ ഇവിടെ നിന്ന് ഒരു സ്ഥലത്ത് നിന്ന് വേറൊരു സ്ഥലത്തേക്ക് മാറുമ്പോൾ ഈ രണ്ട് പെട്ടി കൂടാതെ ഇവിടെ ഒരു വേറൊരു സാധനം. ഇതെൻ്റെ ഫ്രണ്ടിൻ്റെ ലഗേജ് ബാഗാണ്. ഇതിലും തികയാണ്ട് എൻ്റെ വേറെ ഫ്രണ്ടിൻ്റെ ലഗേജ് ബാഗും. ഈ 4 ബാഗും ഫുള്ളാക്കി മാക്സിമം കുത്തി നിറയ്ക്കും ഞാൻ. എന്നിട്ടും തികയില്ല ഗൈസ്. അപ്പോൾ ഞാൻ വേറെ കവറുകൾ എടുക്കും. പിന്നെ ഇങ്ങനത്തെ 2-3 ബാഗ് ഉണ്ടെങ്കിൽ അതും നിറയ്ക്കും. എന്നിട്ടാണ് ഞാനൊരു സ്ഥലത്ത് നിന്ന് വേറൊരു സ്ഥലത്തേക്ക് മാറാറ്. സോ ഐ ഡോണ്ട് വാണ്ട് ടു ഡു ദിസ്. വേറൊരു സ്ഥലത്തേക്ക് മാറുമ്പോൾ എൻ്റെ കയ്യിൽ ഞാൻ വരുമ്പോൾ കുറച്ച് സാധനങ്ങളെ ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ അത്യാവശ്യത്തിനുള്ള ഡ്രസ്സുകൾ മാത്രമായിട്ടാണ് നാട്ടിൽ നിന്ന് വന്നത്. പക്ഷേ ഓരോരുത്തർ നാട്ടിൽ നിന്ന് വരുമ്പോൾ ഞാൻ നമ്മുടെ അടുത്ത് ഇത് കൊടുത്തേക്ക് അങ്ങനെ കൊടുത്തയച്ചിട്ട് ഇപ്പോൾ എൻ്റെ വീട്ടിൽ എത്രത്തോളം ഡ്രസ്സ് എനിക്കുണ്ടായിരുന്നു അതൊക്കെ ഞാൻ ഇങ്ങോട്ട് കയറ്റി അയച്ചിട്ടുണ്ട്. അതൊക്കെ ഇതിൻ്റെ ഉള്ളിലുണ്ട്. അപ്പോൾ കുറേ വർഷങ്ങളായിട്ട് എൻ്റെ കയ്യിലുള്ള ഡ്രസ്സുകളും ഇതിൻ്റെ ഉള്ളിലുണ്ട്. അപ്പോൾ ഐ തോട്ട് ഞാൻ അതൊന്നും ഇടത്തില്ല. ഞാൻ നാട്ടിൽ നിന്ന് വരുന്നതിനേക്കാളും കുറേ ഡ്രസ് സെൻസ് ആയാലും ഇടാനുള്ള ഡ്രസ്സുകളുടെ ആഗ്രഹങ്ങളായാലും പിന്നെ കുറച്ച് തടിയാണെങ്കിലും ഒക്കെ മാറിയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ കുട്ടി ഡ്രസ്സുകളും ഞാൻ ഉപയോഗിക്കാത്ത ഡ്രസ്സുകളും ഒക്കെ ഞാൻ എൻ്റെ ഒഴിവാക്കുകയാണ് ഗൈസ്. അങ്ങനെ എൻ്റെ ഗോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി ഞാൻ പുതിയ സ്ഥലത്തേക്ക് മാറുമ്പോൾ ഈ 2 പെട്ടികളും ഇപ്പോൾ കാണിച്ച ഈ പെട്ടി മാക്സിമം 3 ആൻഡ് ഒരെണ്ണത്തിനുള്ളിൽ കിച്ചൺ സാധനങ്ങൾ ഒബ്വിയസ്ലി ഇവിടെ വന്നിട്ടായിരിക്കും മേടിക്കുന്നത്. അപ്പോൾ അതുണ്ട്. അപ്പോൾ അതും പിന്നെ ഈ 3-ത്തിലും എൻ്റെ സാധനങ്ങൾ കൊള്ളണം. നോ മോർ ബാഗ്സ് ലൈക്ക് പ്ലാസ്റ്റിക് ബാഗ്സ്. അപ്പോൾ ഞാൻ എനിക്ക് കാണിച്ചു തരാം എൻ്റെ കയ്യിലുള്ള ഡ്രസ്സുകൾ. അതിൽ ഞാൻ മാറ്റുന്നത് ഏതാണ് എടുക്കുന്നത് ഏതാണെന്നും കാണിച്ചു തരാം. ഇത് സഫാരിയിലാണ് കേട്ടോ. ഇതെന്താ വെച്ചാൽ ഞാൻ വരുന്ന സമയത്ത് ഞാൻ വന്നിട്ട് ഒരു മെസ്സേജ് വന്നല്ലോ. അപ്പോൾ ഞാൻ വന്നിട്ട് എൻ്റെ പെട്ടി ഒന്നുമില്ല വരുമ്പോൾ നാട്ടിൽ നിന്ന് വരുമ്പോൾ. അപ്പോൾ ഞാൻ എൻ്റെ അപ്പത്തിൻ്റെ ഒരു കസിൻ ഇങ്ങനെ പെട്ടിയും പിന്നെ ഷൂസും ഒക്കെയുള്ള കടയാണ്. അവിടെ ചെന്നിട്ട് ഞാൻ മാക്സിമം ഡിസ്കൗണ്ടിൽ മേടിച്ചു ഗൈസ്. സഫാരി പെട്ടി ഫസ്റ്റ് വൺ ഐ എം ഗോയിങ് ടു ത്രോ ഇസ് വർഷങ്ങളായി എനിക്ക് ഒരു സ്ഥലത്ത് നിന്ന് വേറൊരു സ്ഥലത്തേക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ തണുപ്പാണെങ്കിൽ എനിക്ക് സഹിക്കാൻ പറ്റില്ല. എനിക്ക് കാലുവേദന വരുമ്പോൾ എനിക്കറിയാം കുറേ പേർക്ക് അങ്ങനെ ഒരു പ്രശ്നമുണ്ട് എന്നുള്ളത്. എൻ്റെ ഗ്രാൻഡ് മദറിനും അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു, എനിക്കും അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ കാലുമേ ഞാൻ സോക്സ് ഒക്കെ ഇട്ടിട്ടാണ് മിക്ക ദിവസം കിടന്നുറങ്ങുന്നത്. ചൂടാണെങ്കിലും ഇവിടെ AC ആണല്ലോ, അപ്പോൾ ചിലപ്പോൾ ഇവിടെ മിക്ക ദിവസം സോക്സ് ഒക്കെ ഇട്ടിട്ടാണ് കിടന്നുറങ്ങുന്നത്. ആൻഡ് ബുദ്ധിപരമായി ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഗെറ്റ് റെഡി വിത്ത് മീയിൽ ഞാനൊരു ഹെയർ ബാൻഡ് വയ്ക്കുന്നുണ്ട്. അതിൻ്റെ ഒപ്പം ആ ഹാമ്പറിൽ ഒരു സ്പിങ്കി സോക്സ് ഉണ്ടായിരുന്നു. അവർ ബുദ്ധിപരമായി എനിക്ക് ഗിഫ്റ്റ് ചെയ്തത്. എനിക്ക് ആവശ്യമുള്ള സാധനങ്ങളുള്ള ഹാമ്പർ തന്നെ നോക്കി എനിക്ക് ഗിഫ്റ്റ് ചെയ്തു ഗൈസ്. ഓക്കെ, ദസ് ഇസ് സോക്സ്. ഇതെൻ്റെ കയ്യിൽ വർഷങ്ങളായുള്ളത്. അത് ലൂസായി ഇടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. പിന്നെ വേറെ ഓപ്ഷൻ ഇല്ലാത്ത കാരണമാണ് ഞാനിത് വെച്ചിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ എൻ്റെ കയ്യിൽ ഓപ്ഷൻസ് ഉണ്ട്, അതുകൊണ്ട് ഞാനിത് ത്രോ ചെയ്യും. പിന്നെ എൻ്റെ കയ്യിൽ ഗൈസ് പഴയ ഓഫീസിൻ്റെ കുറേ ടീഷർട്ട്സ് ഉണ്ടായിരുന്നു. എനിക്കറിയില്ല എന്തിനായിരുന്നു ഞാൻ ഓഫീസ് യൂണിഫോം കിട്ടാൻ ഇത്രയും ആഗ്രഹിച്ചിരുന്നത്. കാരണം എനിക്ക് ഫസ്റ്റ് അവർ തന്നത് 3 ലാർജ് ആയിരുന്നു. എൻ്റെ ഈ ബോഡിയിൽ സ്മോൾ ആണ് വേണ്ടത്. ഈ യൂണിഫോം സൈസിൽ സ്മോൾ ആയിരുന്നു വേണ്ടിയിരുന്നത്. പക്ഷേ എനിക്ക് ലാർജ് കിട്ടി. അപ്പോൾ എനിക്കത് ലോകം പോലെയായിരുന്നു. അപ്പോൾ ഞാൻ പിന്നെയും ചോദിച്ചാൽ അവരെനിക്ക് മീഡിയം തന്നു. അങ്ങനെ 3 മീഡിയം തന്നെ ഉണ്ടായി. അങ്ങനെ 3 ലാർജ് 3 മീഡിയമായി. അതും എനിക്ക് വലുതായിരുന്നു. അപ്പോൾ ഒരു സന്ദർഭത്തിൽ എന്താ പറയുക, സ്മോൾ കുറച്ച് തന്നു. അപ്പോൾ എനിക്ക് 2 സ്മോൾ കിട്ടി. അങ്ങനെ 3 മീഡിയം 3 ലാർജ് 2 സ്മോൾ. അങ്ങനെ എൻ്റെ എത്ര ഉണ്ടായി 8 യൂണിഫോം ഉണ്ടായിരുന്നു. അതിലൊരു 3 എണ്ണം ഞാൻ മാറിയപ്പോൾ ഞാൻ അധികം യൂസ് ചെയ്തിട്ടില്ലായിരുന്നു ആ ലാർജ്. അപ്പോൾ ഞാനത് വേറെ ഒരാൾക്ക് കൊടുത്തു. അങ്ങനെ കുറച്ച് ഒരു 3-4 എണ്ണം ഇപ്പോഴും ഉണ്ടായിരിക്കും ഗൈസ് എൻ്റെ കയ്യിൽ. അതും ഞാൻ ഒഴിവാക്കുവാണ്. എനിക്ക് വേണ്ട, പഴയ കമ്പനീനെ പ്രൊമോട്ട് ചെയ്യുന്നത് ഇട്ടിട്ട്. പിന്നെ ഈ ഒരു ഹുഡി ക്യാപ്റ്റൻ അമേരിക്കയുടെ ഹുഡിയാണ്. ഇതിന് ഒരു സ്റ്റോറി ഉണ്ട്, അതെനിക്ക് പറയാൻ. അപ്പോൾ ഇത് പക്ഷേ കുറേ വർഷങ്ങളായി ഉള്ളതാണ്. കുറേ വർഷങ്ങളായി 4-5 വർഷമായിട്ടുള്ള ഹുഡിയാണ്. ബട്ട് ഐ ഡോണ്ട് നോ ഇത് മാറ്റുമോ ഇല്ലയോ എന്നുള്ളത്. ബട്ട് ദിസ് ഐ വിൽ കീപ്പ് ആൻ ഓപ്ഷൻ, ലാസ്റ്റ് നോക്കിയിട്ട് ചെയ്യാം. ഇങ്ങനത്തെ കുറച്ച് കഥകളുള്ള ഡ്രസ്സുകൾ എൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ ഞാനത് ആലോചിച്ചിട്ട് ചെയ്യുള്ളൂ. ഇത് എൻ്റെ കയ്യിൽ വർഷങ്ങളായിട്ടുള്ള ഒരു നോട്ട് ലെഗിൻസ്, കോട്ടൻ്റെ പാൻറ്റാണ്. പക്ഷേ ഇത് ഭയങ്കര ലൂസായി നാശമായി കളയുന്നു. ഇതിനൊരു സ്റ്റോറി ഉണ്ട്. ഇതെൻ്റെ ഫ്രണ്ടിൻ്റെ ആണ് കേട്ടോ. ഇങ്ങനെ ഒരു സ്റ്റോറികളുള്ള ഡ്രസ്സാണ് ഞാൻ വെക്കണത്. അപ്പോൾ ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ടോപ്പാണ്. നല്ല ടോപ്പാണ്, നമുക്ക് നല്ല കംഫർട്ടായിരിക്കും. പക്ഷേ ഇതിൽ കാണുന്ന കാര്യമില്ല, ഭയങ്കരമായിട്ട് നരച്ചിട്ടുണ്ട്. പക്ഷേ ഇതെനിക്കിപ്പോഴും കൊള്ളും. അതുകൊണ്ട് ഇതെനിക്ക് ഇഷ്ടമാണ്. ആൻഡ് ഇതിനും ഒരു സ്റ്റോറി ഉണ്ട്. ഇതെൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ആണ്. എൻ്റെ ഒരു ഡ്രസ്സ് അവൾക്ക് കൊടുത്തു, അവളുടെ ഒരു ഡ്രസ്സ് എനിക്ക് തന്നു. ഒരു ഡ്രസ്സല്ല, കുറച്ച് ഡ്രസ്സുകളുണ്ട് അങ്ങനെ കൊടുക്കൽ വാങ്ങലിൽ കിട്ടിയത്. അപ്പോൾ ഇത് ഞാൻ കളയത്തില്ല. എനിക്കിപ്പോഴും ഇടാൻ പറ്റും. ഇത് നല്ലൊരു വെറൈറ്റി ഡ്രസ്സാണ്. സാധാരണ എല്ലാവരുടെ കയ്യിലും ഉള്ള മരത്തില്ല.
അപ്പോൾ സോ ആൻഡ് കളർ എനിക്ക് ഇഷ്ടമാണ്. അപ്പോൾ സോ ഐ വിൽ കീപ് ഇറ്റ്. ഇത് ഒരു ടീഷർട്ടാണ്, പക്ഷേ ഇത് വന്നിട്ട് എനിക്കിപ്പോൾ ഭയങ്കര ഫിറ്റായി. കാരണം ഇത് മേടിക്കുമ്പോൾ എനിക്ക് കറക്റ്റ് ഫിറ്റായിരുന്നു. അപ്പോൾ ഞാനത് മേടിച്ചു. അപ്പോൾ ഞാൻ ഈ കോട്ടിടും, നമ്മുടെ ഡെനിം. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഇടാം എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ മേടിച്ചത്. പക്ഷേ ഒരു മിനിറ്റ് പോയി ഒരു മെസ്സേജ് വന്നു. പക്ഷേ ഇത് കഴുകിയപ്പോൾ പിന്നെയും ചുരുങ്ങി. എനിക്ക് ഭയങ്കര ശ്വാസം മുട്ടലായിരുന്നു. എനിക്കങ്ങനെ ഭയങ്കര ഫിറ്റായിട്ടുള്ള ഡ്രസ്സ് എനിക്കിഷ്ടമല്ല. അപ്പോൾ ഫിറ്റ് നമുക്ക് കംഫർട്ടബിൾ ആയിരിക്കണം. നമുക്ക് ഇപ്പോൾ നമ്മളൊരു ക്രോപ്പ് ടോപ്പാണ് ഇടുന്നെങ്കിലും അത് നമുക്ക് കംഫർട്ടബിൾ ആയിരിക്കണം. പക്ഷേ ഇതെനിക്ക് കംഫർട്ടബിൾ അല്ല ഗൈസ്. അപ്പം ഇതും ഞാൻ ഒഴിവാക്കുന്നു. ഇത് ഞാൻ ഐ തിങ്ക് ഇത് ഞാൻ ഇവിടെ ദുബായിക്ക് വരുന്ന ടൈമിൽ മേടിച്ചതാണ്, ഓൺലൈനിൽ മേടിച്ചതാണ്. പക്ഷേ ഇതും എനിക്കിപ്പോൾ കംഫർട്ടബിൾ അല്ല ഗൈസ് ഇടുന്നത്. എൻ്റെ കുറേ വൈറ്റ് കളറുള്ള സാധനങ്ങളുണ്ട് ആൻഡ് ഐ ലൈക്ക് വൈറ്റ് ഡ്രസ്. പക്ഷേ ഇത് ഞാൻ ഇനി ഇടത്തില്ല. ഇതെനിക്ക് ഇപ്പോൾ ഒരു കംഫർട്ടബിൾനെസ് ഫീൽ ചെയ്യുന്നില്ല. പക്ഷേ ഇതൊന്നും അധികം ഞാൻ ഇട്ടിട്ട് ഒരു എന്താ പറയുക മടുത്ത സാധനങ്ങളല്ല. ഇത് ഗൈസ് എൻ്റെ ഇവിടെ വന്നിട്ട് എൻ്റെ കയ്യിൽ കുറേ ഡ്രസ്സുകൾ ഞാൻ പുതിയതായിട്ട് എടുത്ത് അതിപ്പോൾ വേണ്ടാണ്ടായിട്ടിരിക്കുന്നുണ്ട്. കാരണം ഇത് ഞാൻ ഇവിടെ വന്നിട്ട് മേടിച്ചതാണ്. എനിക്ക് നല്ല ഇഷ്ടമായ കളർ. പക്ഷേ എനിക്ക് കംഫർട്ടബിൾ അല്ല. നമ്മൾ കംഫർട്ടബിൾ അല്ലാത്ത ഡ്രസ്സ് കഷ്ടപ്പെട്ടിടേണ്ട ആവശ്യം ഇല്ല. എനിക്ക് ഇതേമാതിരി ലൂസായിട്ടും ഇപ്പോൾ സ്കിൻ ഫിറ്റ് ആണെങ്കിലും കംഫർട്ടബിൾ ആയിട്ടിരിക്കുന്ന ഡ്രസ്സുകളെ ഞാൻ ഇടുള്ളൂ. ഓക്കെ ഗൈസ്, നെക്സ്റ്റ് വൺ. ഇതെൻ്റെ വേറൊരു ഫ്രണ്ടിൻ്റെയാണ്. ഇത് കണ്ടാൽ ഫിറ്റ് തോന്നുമെങ്കിലും അങ്ങനെയുള്ളതല്ല. ഇത് നല്ല കംഫർട്ടബിൾ ആണ് ഇടാൻ. അവൾക്ക് ഇത് ഭയങ്കര ലൂസാണ്. അവൾ ഇത്രയേ ഉള്ളൂ. ഒരു ഇതിനാ കേടിക്കാൻ അത് പറഞ്ഞപ്പോഴാണ് കഴിഞ്ഞ ഗെറ്റ് റെഡി വിത്ത് മീലെ എൻ്റെ സൺസ്ക്രീൻ ഞാൻ കാണിച്ചിട്ടുണ്ടായി, ആ ബ്യൂട്ടി ഓഫ് ചോയ്സ്. അതിൽ ഞാൻ അവളെ മെൻഷൻ ചെയ്തില്ല എന്ന് പറഞ്ഞ് സീനാക്കിയവൾ. അവളാണ് എനിക്കത് സജസ്റ്റ് ചെയ്ത് കേട്ടോ. ഇവിടെ വന്നിട്ട് ഞാൻ എക്കോളജിക്കൽ സൺസ്ക്രീനാണ് നാട്ടിൽ നിന്ന് യൂസ് ചെയ്യുന്നുണ്ടായിരുന്നത്. അതാണ് ഇവിടെ വന്നിട്ട് യൂസ് ചെയ്തത്. അതൊന്നും ഒരു ഗുണവും ദുബായിൽ എനിക്ക് ഫീൽ ചെയ്തില്ല. അപ്പോൾ അവളാണ് ഇതെനിക്ക് കാണിച്ചു തന്നത്. ഇത് യൂസ് ചെയ്ത് നോക്ക്, നല്ല രസമായിരിക്കും എന്ന് പറഞ്ഞു. പക്ഷേ അത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ മെൻഷൻ ചെയ്തില്ല. അവൾ കാരണമാണ് എനിക്ക് അത് ഭയങ്കര ഫേവറേറ്റ് ആയിട്ട് അത്രയും നല്ലൊരു സൺസ്ക്രീൻ കിട്ടിയതെന്ന് ഞാൻ പറഞ്ഞില്ല. അതുകൊണ്ട് ഋതുന കെ ദിനേശ് പറഞ്ഞിട്ടാണ് ഞാൻ ബ്യൂട്ടി ഓഫ് ചോയ്സ് കൊണ്ട് സൺസ്ക്രീൻ യൂസ് ചെയ്യാൻ തുടങ്ങിയതും ഇത്രയും ഒരു വർഷമായിട്ട് ഞാനത് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നു. താങ്ക് യു ഋതുന കെ ഡി. ഓക്കെ, അപ്പോൾ ഇതും ഋതുന കെ ഡിയുടെ ഒരു ഡ്രസ്സാണ്. അപ്പോൾ അവർക്കിത് കംഫർട്ട് അല്ലാണ്ടോ ഇഷ്ടമല്ലാണ്ടോ എന്തോ റീസൺ കൊണ്ടോ എനിക്ക് തന്നതാണ്. പക്ഷേ എനിക്കത് ഇഷ്ടപ്പെട്ടു. പക്ഷേ ഞാൻ അതൊരു ഇട്ടിട്ടുള്ളൂ. ഈ സാഹചര്യമില്ല കഴിച്ചതാണ്. അപ്പോൾ ഇത് ഞാൻ എൻ്റെ കയ്യിൽ വയ്ക്കുന്നു. ദിസ് വൺ, ഈ ഇതൊരു ഷർട്ടാണ്. ഇതും ഞാൻ പറഞ്ഞ മാതിരി എൻ്റെ ഫ്രണ്ടിൻ്റെ കയ്യിൽ നിന്ന് ഞാൻ എടുത്തതാണ്. ഇതെനിക്ക് തോന്നുന്നു ഞാനിതൊരു ഷർട്ട് ഇൻസൈഡ് ചെയ്തിട്ട് ഇടുന്ന മാതിരിയാണ് ഇടാറ്. പക്ഷേ എനിക്ക് തോന്നുന്നു എനിക്കിത് പുതിയ രീതിക്ക് സ്റ്റൈൽ ചെയ്യാം. ഇതൊരു ഷർട്ടാണ്. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇത് ഞാൻ കളയത്തില്ല ഗൈസ്. അപ്പോൾ ഇതെനിക്ക് പുതിയ രീതിക്ക് സ്റ്റൈൽ ചെയ്യാം. അപ്പോൾ ഇതും ഞാൻ വെക്കുന്നു. ഓക്കെ ഗൈസ്, ഇനി ഒറ്റ പെയറായിട്ട് 2 സോക്സ് എൻ്റെ കയ്യിലുണ്ട്. ഇതിൻ്റെ ആവശ്യം എനിക്കില്ല. ഗോ. പിന്നെ എൻ്റെ കയ്യിൽ ഈ ഒരു വാച്ചാണ്. ഈ വാച്ച് ഇപ്പോൾ വർക്ക് ചെയ്യുന്നില്ല. ചാർജ് ചെയ്യാൻ ഞാൻ ശ്രമിച്ചു, പക്ഷേ ചാർജ് ചെയ്തിട്ട് വർക്ക് ചെയ്യുന്നില്ല. പക്ഷേ ഇത് ഞാൻ കളയത്തില്ല. കാരണം ഇതെല്ലാം അമ്മ എനിക്ക് അമ്മയുടെ ജോലി നിർത്തിയ സമയത്ത് അമ്മയ്ക്ക് PF കാര്യങ്ങളൊക്കെ കിട്ടിയപ്പോൾ അമ്മ എനിക്ക് വാങ്ങി തന്ന ഗിഫ്റ്റാണ്. സോ ദിസ് വിൽ ബി ദെയർ വിത്ത് മീ ഓൾവേസ്. പിന്നെ ഞാൻ ടവലൊന്നും അധികം പിന്നെയും ഒരു ഒറ്റ സോക്സ് കിട്ടി ഗൈസ്. ഞാൻ അധികം ടവലൊന്നും യൂസ് ചെയ്യാത്തതാണ്. പക്ഷേ ഇടയ്ക്കെങ്കിലും പോകുമ്പോൾ എൻ്റെ കയ്യിൽ ടവൽസ് വെക്കുന്ന സ്വഭാവം അമ്മയ്ക്കുണ്ട്. അതുകൊണ്ട് ഞാൻ ദുബായിക്ക് വരുമ്പോൾ എൻ്റെ പെട്ടിക്കകത്തിരിക്കുന്ന ടവലുകളാണിത്. ഇതിപ്പോഴും എൻ്റെ പെട്ടിക്കകത്തുണ്ട്. എപ്പോഴൊക്കെ പെട്ടിണ്ടോ ഇതൊക്കെ എൻ്റെ പെട്ടിക്കകത്തുണ്ട്. കാരണം ടവൽ നമുക്ക് ചിലപ്പോൾ പെട്ടെന്ന് നിങ്ങൾ യൂസ് ചെയ്യാം. ഇത് കളഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു ഓപ്ഷൻ വേറെ ഉണ്ടോ, നമുക്ക് പുതിയത് അടിക്കാനുള്ള ഓപ്ഷൻ ഉള്ളൂ. അതുകൊണ്ട് വേണ്ട, ഉള്ള ടവൽ എൻ്റെ കയ്യിൽ തന്നെ ഇരിക്കട്ടെ. ഓക്കെ, ഇനി നമുക്ക് ഒരു സൈഡ് കഴിഞ്ഞു. അത്ഭുതം, ഈ സൈഡിൽ ഇത്ര സാധനങ്ങളേ ഉള്ളൂ. ഡോണ്ട് വറി, അപ്പുറത്തെ സൈഡിൽ നിറച്ചിരിക്കുന്നുണ്ട്. Wow, too many things. ഇത് കളയാൻ പറ്റാവുന്നില്ല. എൻ്റെ സർട്ടിഫിക്കറ്റുകളാണ്. ഇത് കളയാൻ പറ്റാവുന്നില്ല. ദുബായിൽ എനിക്ക് ആകെ കൂടി ഒരു സാരിയേ ഉള്ളൂ. അതൊരു സെറ്റ് സാരി. അതാണ് ഇത് ഗൈസ്. അതുകൊണ്ട് ഞാൻ ഇത് കളയില്ല. പക്ഷേ കവറൊന്ന് മാറ്റാൻ കവർ ഒരു ഡിസ്റ്റർബൻസ് ആണ്. പൊട്ട മണം കഴുകേണ്ടിയിരിക്കുന്നു. ദിസ് വൺ ഗൈസ്, ഇതെന്തിനാണ് ഋതുനാക്കേണ്ടി എനിക്ക് തന്നതെന്ന് എനിക്കറിയില്ല. കാരണം ഇത് അവൾക്കും മാച്ചല്ല, എനിക്കും മാച്ച് ആവില്ല. ഞാൻ ഇതിട്ടിട്ടില്ല, എനിക്ക് ഇടാൻ തോന്നിയിട്ടില്ല. കാരണം ഈ ഒരു സാധനം മാത്രമായിരുന്നെങ്കിൽ ഞാൻ ഇട്ടേനെ. ഇതെന്താ സംഭവം എനിക്ക് മനസ്സിലാവുന്നില്ല. ഇതെന്താ സാധനം? കോട്ട് പോലെ എന്തോ ഐറ്റം ആണെന്ന് തോന്നുന്നു. ബട്ട് ഐ ഡോണ്ട് നോ വാട്ട് ഈസ് ദിസ്. കുടുക്കൊക്കെ ഉണ്ട്. ഇത് ലോങ് ഒരു കോട്ട് മരത്തി നമുക്ക് വേണമെങ്കിൽ കുർത്ത പോലെ ഇടാൻ പറ്റുന്ന ഒരു സാധനമാണ്. പക്ഷെ ഞാൻ ഇങ്ങനത്തെ ഇടത്തില്ല. സോറി ഋതുനാക്കേടി, അവൾക്കും ഇത് ഇഷ്ടമല്ല എന്നും പറഞ്ഞ്. ഇതെന്താ ചെയ്യുക? ഓക്കെ, ഞാൻ അത് മാറ്റി വയ്ക്കാം. എന്നിട്ട് ഋതുനാക്കേടിയുടെ ഡ്രസ്സസ് ഋതുനാക്കേടിയോട് ഒന്നും കൂടെ ചോദിച്ചിട്ട് അവർക്ക് വേണ്ടാന്നാണെങ്കിൽ നമുക്ക് ഡൊണേറ്റ് ചെയ്യാം. ഞാൻ പോണത് അൽക്കുസിലോട്ടാണ്, അൽക്കേൽ ഗേറ്റിലെ. അവിടെ നമുക്ക് ഡ്രസ്സും സാധനങ്ങളൊക്കെ ഡൊണേറ്റ് ചെയ്യാൻ വേണ്ടി ഒരു ബോക്സ് ഡ്രസ്സിനെയും സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. വേസ്റ്റ് ബിന്നല്ല, നമുക്ക് നമ്മുടെ ഡ്രസ്സും ഷൂസ് അങ്ങനത്തെ ടോയ്സ് ബാഗ്സ് അങ്ങനത്തെ എന്തെങ്കിലും നമുക്ക് യൂസ് ചെയ്യേണ്ടാത്തതാണെങ്കിൽ അവിടെ കൊണ്ടുപോയിട്ടാൽ അവരത് എടുക്കും. ഇത് ഋതുനാക്കേടിയോട് ചോദിച്ചിട്ട് നമുക്ക് മാറ്റാം. പിന്നെ എൻ്റെ ഒരു ബാഗ് ഉണ്ട്. ഈ ബാഗും ഞാൻ യൂസ് ചെയ്യുമോ ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇല്ല. അതുകൊണ്ട് ഇതും ഞാൻ കളയുവാണ്. ഇതിൻ്റെ ഉള്ളിൽ എന്തൊക്കെയോ സാധനങ്ങളുണ്ട്, അത് നമുക്ക് കളയാം, ആവശ്യമില്ലാത്തത്.
എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാനിത് എനിക്ക് തോന്നുന്നു ഫ്ലിപ്കാർട്ടിൽ നിന്ന് അങ്ങോട്ട് മേടിച്ചതാണ്. നാട്ടിൽ നിന്ന് വരുമ്പോൾ ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. ഇത് കണ്ടിട്ട് കുറേ പേർക്ക് ഇത് ഭയങ്കര ഇഷ്ടമായി ഇതിൻ്റെ സംഭവം. എൻ്റെ നിന്ന് ചോദിച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ കുറേ പേപ്പേഴ്സ് ഉണ്ട്. ഓക്കെ സയൻസിലൊക്കെ എത്തിക്കാം. തീർന്നില്ല ഗൈസ്. ഞാൻ ഇത് എൻ്റെ കുറേ ഫോട്ടോസ് ഉണ്ട്. ഇതൊക്കെ ഞാൻ തപ്പി നടക്കുമായിരുന്നു പണ്ട്. പാസ്പോർട്ട് സൈസ് ഫോട്ടോ, മൈ പാസ്പോർട്ട് സൈസ് ഫോട്ടോ. ഇത് കയ്യിലിരിക്കട്ടെ. എൻ്റെ വേറെ ഉണ്ട്. ഓരോന്ന് കാണാൻ ഞാൻ പുതിയത് എടുക്കും. ഓക്കെ, ഐ തിങ്ക് ദിസ് ഇസ് ഫൈൻ. ഇത് അങ്ങനെ മേടിച്ചു. പക്ഷേ ഇത് ഒരു കുറച്ച് മാസം, കാരണം നമ്മൾക്ക് അറിയാം ഫ്ലിപ്കാർട്ടിൽ നിന്നൊക്കെ മേടിക്കുമ്പോൾ ഇതിൻ്റെ ക്വാളിറ്റി, പക്ഷേ ഇത് നല്ലതായിരുന്നു. എനിക്ക് ഇത് കളയാണ്, കാരണം ഉള്ളിലൊക്കെ ഭയങ്കര കീറി. അവരത് റിയൂസ് ചെയ്തോട്ടെ. നോക്കിയിട്ട് വേറെ ഒരു പ്രശ്നം ഇതിനില്ല. ഇത് സിംഗിൾ ബെഡിന് മേടിച്ച സംഭവമാണ്. ഇത് ആവശ്യം വരും ചിലപ്പോൾ. സിംഗിൾ ബെഡിൻ്റെ ബെഡ്ഷീറ്റ് ആണ് ഗൈസ്. സോ ലെറ്റ് ഇറ്റ് ബി ദെയർ. ഇനിയാണ് വരുന്നത്. ഇത് എൻ്റെ പെട്ടിയിലുള്ള കുറേ സാധനങ്ങളുണ്ടാവും. ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ ഞാൻ വീട്ടിൽ നിന്ന് കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അതൊക്കെ ഈ പെട്ടിക്കുള്ളിൽ ഈ 2 പെട്ടിക്കും തികയുന്ന രീതിക്കേ ഉണ്ടായിരുന്നുള്ളൂ. ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ പൊടികൾ വരെ വീട്ടിൽ നിന്ന് കൊടുക്കുന്നത്. പാത്രങ്ങൾ കൊടുക്കുന്നില്ല, എന്തോ ഭാഗ്യം. ഇത് തുടയ്ക്കാൻ തുണി ഇവിടെ ഒന്നും കിട്ടത്തില്ല. അപ്പം അമ്മ കോട്ടൺ തുണി എന്തെങ്കിലും ആവശ്യം വരികയാണെങ്കിൽ വെച്ചോണ്ട് വെച്ചിട്ട് ദിസ് ഓൾസോ ലാസ്റ്റ് സ്ഥലം ഉണ്ടെങ്കിൽ നമുക്ക് വയ്ക്കാം. ഇനിയാണ് ഗൈസ് സാധനങ്ങൾ. ഇതും മൃദുലാക്കേടി എനിക്ക് തന്നതാണ്. പക്ഷേ ഇതിട്ടിട്ട് എനിക്ക് മാച്ചിങ് ആയിട്ട് എനിക്ക് തോന്നിയില്ല. കളറാണെങ്കിലും എനിക്ക് മാച്ചിങ് ആയിട്ട് എനിക്ക് തോന്നിയില്ല. സോ ദിസ് ഇസ് എ ഷർട്ട്. ഈ ഷർട്ടിൻ്റെ ഉള്ളിൽ കുറേ പൂക്കളുണ്ട്. ഇതേമാതിരി പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്ന. പക്ഷേ എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയി തോന്നില്ല. ഞാൻ ഒരു ഇട്ടായിരുന്നു. അതുകൊണ്ട് മൃദുലാക്കേടി ചോദിച്ചിട്ട് അവർക്ക് വേണമെങ്കിൽ നെക്സ്റ്റ് ടൈം മീറ്റ് ചെയ്യുമ്പോൾ ഞാൻ എനിക്ക് തരും, അല്ലെങ്കിൽ ഞാനിത് കളയും. ഇത് ഷോർട്ട് കുർത്തിയാണ്. ഇത് നാട്ടിൽ നിന്ന് എനിക്കുള്ളതാണ്. എനിക്ക് ഇഷ്ടമാണ്. ഇതിനൊരു സ്റ്റോറി ഉണ്ട്. ഇതെൻ്റെ നാട്ടിൽ നിന്ന് ഞാൻ വർക്ക് ചെയ്യുന്ന ഒരു സ്ഥലത്ത് ഞങ്ങളൊരു ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. ഞങ്ങൾ 3 പേരും ഒരേപോലത്തെ ഡ്രസ്സ് മേടിച്ചതാണ് ഗൈസ്. സോ ചുറ്റിച്ചുളിഞ്ഞ് തയ്ക്കണം ഇടുമ്പോൾ. ആൻഡ് ഐ ലൈക്ക് ദിസ്. സോ ഓഫ് കോഴ്സ് ഐ വിൽ നോട്ട് ത്രോ ദിസ്. ഇറ്റ് വിൽ ബി ദെയർ വിത്ത് മീ. ഇത് ഞാൻ ഇവിടെ വന്നിട്ട് മേടിച്ച ടീഷർട്ടാണ്. പക്ഷേ ഇതിട്ടപ്പോൾ എനിക്കധികം ഭംഗി തോന്നിയില്ല. പക്ഷേ ഓക്കെ ആയിരുന്നു. നമുക്ക് വീട്ടിലിടാൻ വയ്ക്കാം. ഓക്കെ, നമുക്ക് വീട്ടിലിടാൻ വയ്ക്കാം. പുറത്തോട്ടിടാൻ പറ്റുമോ? മേ ബി ഞാൻ യൂസ് ചെയ്യാത്തതുകൊണ്ടായിരിക്കും. ഇത് ഞാൻ കളയുന്നില്ല. ഐ കീപ് ഇറ്റ് ആൻ ഓപ്ഷൻ. ഇതും എനിക്ക് കളയാൻ തോന്നുന്നില്ല ഗൈസ്. ഓക്കെ, കളയാൻ തോന്നുന്നില്ല. പക്ഷെ ഞാൻ ഈ സാധനം ഇടത്തില്ല. ഇതൊരു കുട്ടികൾക്കുമായ ഒരു സാധനമാണ്. പണ്ടൊക്കെ ഇങ്ങനത്തെ ഡ്രസ്സുകൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. ഇപ്പം ഞാൻ അറിയില്ല. അതുകൊണ്ട് ഐ ഡോണ്ട് നോ. ഇതും ഞാൻ ഓപ്ഷനിൽ വെക്കുവാണ്. ഈ ഡ്രസ് ഇതും ഐ തിങ്ക് ഋതുനാക്കേടി എനിക്ക് തന്നു. എനിക്കറിയില്ല, അവളെ എനിക്ക് കുറേ ഡ്രസ്സ് തന്നിട്ടുണ്ട്. അതിൽ 1-2 മാത്രം എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇത് ഞാൻ ഇതുവരെയായിട്ട് ഇട്ടിട്ടില്ല. ഇതൊരു എക്സിക്യൂട്ടീവ്, നമുക്ക് വല്ല എന്താ പറയുക, നമ്മൾ ഇത് ഞാൻ കളയത്തില്ല. ഇത് ഒരു എക്സിക്യൂട്ടീവ് ഡ്രസ്സാണ്. ഇത് നമ്മൾ വല്ല ഇതിനൊക്കെ പോകുമ്പോൾ എന്താ പറയുക, ഇൻ്റർവ്യൂവിനൊക്കെ പോകുമ്പോൾ ഇടാൻ പറ്റും. നമ്മൾ ഗേൾസ് ഇൻ്റർവ്യൂവിന് പോകുമ്പോൾ ഇങ്ങനത്തെ ഇടാം. ബോയ്സ് ഇൻ്റർവ്യൂവിന് പോകുമ്പോൾ ഇട്ട് കഴിഞ്ഞാൽ കല്യാണത്തിനോളമായിരിക്കും. അപ്പോൾ ഐ കീപ് ദിസ്. ഇതെനിക്കിഷ്ടമാണ്. ഇത് നിങ്ങൾ വിചാരിക്കാൻ എൻ്റെ പെട്ടിയുള്ള ഇതിനൊക്കെ ഡ്രസ്സ് മാത്രമാണ് ഉള്ളത് എന്നുള്ളത്. ആക്ച്വലി യെസ്, ഈ പെട്ടിക്കകത്ത് ഹാഫ് അവളുടെ ആയിരുന്നു. ഇതെനിക്കിഷ്ടമാണ് ഗൈസ്. ഇതൊരു നൈസ് ഡ്രസ്സാണ്. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഐ കീപ് ദിസ്. ഋതുനാക്കേടി. ഇതിൽ എനിക്ക് തിരിച്ചാണെങ്കിൽ ഞാൻ തരാട്ടോ. ഇത് ഞാനൊരു മണ്ട തരത്തിന് ഒരു ആവശ്യമില്ലാണ്ട് വാങ്ങിച്ചൊരു സംഭവമാണ്. ഇതെനിക്ക് തീരെ കംഫർട്ടബിൾ അല്ല. പക്ഷേ എൻ്റെ ഗതികേട് കൊണ്ട് ഞാനപ്പോൾ വാങ്ങിച്ചതാണ്. അന്ന് ഓണായിരുന്നു. ഓണത്തിന് ഋതുനാക്കേടിയുടെ അടുത്തേക്ക് പോകുമ്പോൾ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് സാരി എന്തായാലും വീട്ടിൽ നിന്ന് കൊടുത്തയച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ സാരിയുടെ ബ്ലൗസ് എനിക്ക് കൊള്ളത്തില്ലായിരുന്നു. കാരണം ഞാൻ ഇവിടെ വന്നപ്പോൾ കൈയൊക്കെ തടി വെച്ചു, ഈ ഉടലൊക്കെ തടി വെച്ചു. അപ്പോൾ എനിക്ക് ആ ബ്ലൗസ് ഇടാൻ പറ്റത്തില്ലായിരുന്നു. പെട്ടെന്നായിരുന്നു എല്ലാം ആക്കിയത്. അപ്പോൾ ഞാൻ പെട്ടെന്ന് പോയിട്ട് ഒരു ക്രോപ്പ് ടോപ്പ് മേടിച്ചു. പക്ഷേ ഫോട്ടോയ്ക്കകത്ത് കൊള്ളത്തില്ലായിരുന്നു. ഇത് വരെ ഇടത്തില്ല. അതുകൊണ്ട് ഐ എം ത്രോയിങ് ദിസ്. ഇത് ഞാൻ ഇവിടെ നിന്ന് മേടിച്ചതാണ്. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നമുക്ക് ഇത് ലൂസാണ്, കംഫർട്ടബിൾ ആണ്. നമുക്കിത് എന്താ പറയുക, ഞാനിത് യൂസ് ചെയ്യും ഗൈസ്. സോ ഐ കീപ് ഇറ്റ്. ഇത് ഞാൻ നാട്ടിൽ നിന്ന് എടുത്തതാണ് കേട്ടോ. ഇത് നാട്ടിൽ നിന്ന് എടുത്തതാണെങ്കിലും നാട്ടിൽ നിന്ന് സ്റ്റുഡിയോ എന്ന് മേടിച്ചതാണ് തോന്നുന്നു. ബട്ട് ഇത് ഞാൻ അങ്ങനെ യൂസ് ചെയ്തിട്ടില്ല. പക്ഷേ ഇത് പുറത്തോട്ട് ഇപ്പോൾ ഇടാനും പറ്റത്തില്ല. കാരണം ഇത് മങ്ങിയതായി. നമുക്ക് വീട്ടിലൊക്കെ നിൽക്കുവാണെങ്കിൽ യൂസ് ചെയ്യാം. പക്ഷേ ഇത് ചെറുതാവുമെന്ന് എനിക്കൊരു ഡൗട്ട് ഉണ്ട്. ഒരു കംഫർട്ടബിൾനെസ് ഉണ്ടാവുമെന്നില്ല. ഞാനത് ഞാൻ കുറേ നാളായിട്ടിട്ട്. മേ ബി ഇവിടെ വന്നിട്ട് ഞാൻ ഇട്ടിട്ടില്ല. നോക്കാം. ഇത് ഐ എം നോട്ട് ടേക്കിംഗ് ഇറ്റ് ഗൈസ്. ഇത് എന്താ പറയുക, കുറേ കാര്യങ്ങൾ ഒഴിവാക്കേണ്ടിയിരിക്കുന്നു. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു ടോപ്പായിരുന്നു. ഇത് ഞാൻ അമ്മയും ഒരു സ്ഥലത്ത് പോയപ്പോൾ കണ്ടപ്പോൾ ഇഷ്ടപ്പെട്ട് മേടിച്ചതാണ്. ഇതൊരു ഷർട്ടാണ്. പക്ഷേ ഇവിടെ ഒരു സംഭവമുണ്ട്. ഇത് നമുക്ക് അങ്ങനെ ഇടാതെ നമുക്ക് തേക്കണം. അതുകൊണ്ട് ഇത് എൻ്റെ ഓപ്ഷനായിട്ട് ഞാൻ വയ്ക്കാം. കാരണം ഇത് അധികം അങ്ങോട്ട് എനിക്ക് രസമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ഇത് ഒരു ബാഗാണ്. ഇതെനിക്ക് ഇഷ്ടമുള്ളൊരു ബാഗാണ്. ഇതെൻ്റെ ഒരു ഫ്രണ്ട് എനിക്ക് തന്നതാണ് കേട്ടോ, ഗിഫ്റ്റ്. ഐ എം കീപ്പിംഗ് ഇറ്റ്. ഈ
കളയാൻ പോകണം. ഞാൻ നിറച്ച് കുമ്പളഞ്ഞ പോലെയായി. നാട്ടിലൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ട്, ഇവിടെ അങ്ങനെ ഇട്ടിട്ടില്ല. പക്ഷേ ഐ ഡോണ്ട് തിങ്ക് ഐ എം കീപ്പിംഗ് ദിസ്. ഇത് എനിക്കിഷ്ടമാണ് ഈ ഡ്രസ്സ്, പക്ഷെ ഞാൻ ഇടത്തില്ല. പിന്നെ എന്തിനാ വെക്കുന്നത്? ഇതും ഞാൻ ഇവിടെ വന്നിട്ട് മേടിച്ച ഷർട്ടാണ്, പക്ഷേ ഇത് ഇട്ടപ്പോൾ എനിക്ക് ഒരു ഭംഗിയോ ഒരു കംഫർട്ടബിൾനെസ്സോ ഫീൽ ചെയ്യുന്നില്ല. അതുകൊണ്ട് നോ. പിന്നെ ഒരു ഫ്ലാസ്ക് ഉണ്ട്, അതെന്തായാലും കളയണ്ട, ആവശ്യം വരുന്ന സാധനമാണ്. അതുകൊണ്ട് ഐ എം കീപ്പിംഗ് ഇറ്റ്. അപ്പോൾ ഈ വലിയ പെട്ടി നമ്മൾ സോർട്ട് ചെയ്തു. ഇനി നമുക്ക് കുഞ്ഞു പെട്ടിയിലേക്ക് കടക്കാം. ഈ വീഡിയോ നീണ്ടു പോകും ഗായ്സ്. കാരണം അത്രയും സാധനങ്ങളുണ്ട്. എനിക്കെന്നെ ഇത് തോന്നുന്നു, കാരണം ഞാൻ ആകെ കുറച്ച് സാധനങ്ങളെ പുറത്തേക്ക് എടുത്ത് വെച്ചിട്ടുള്ളൂ. ഈ കാണുന്ന അലമാരിയിൽ ഇതിൻ്റെ ഒറ്റ കള്ളിയിൽ മാത്രമേ എൻ്റെ സാധനങ്ങളുള്ളൂ. അത് ഡ്രസ്സ് മാത്രമല്ല, ഞാൻ യൂസ് ചെയ്യുന്ന സാധനങ്ങൾ മാത്രമേ വെച്ചിട്ടുള്ളൂ. ഈ പെട്ടിക്കകത്ത് ഫുള്ള് സാധനങ്ങളാണ് ഗൈസ്. ഞാൻ ഇങ്ങനെ ഇതൊക്കെ ഇത് കോമഡിയാണ്. ഇത് ഏതോ ഒരു സമയത്ത് എവിടുന്നോ എനിക്ക് ഓർമ്മയില്ല. ഒരു സമയത്ത് ഇത് എവിടുന്നാ ഞാൻ എടുത്തു കൊടുന്നേ? ഈ സാധനം മുന്നത്തെ ഏതോ ഒരു പെറ്റ് സ്പേസിൽ നിന്ന് എനിക്ക് കിട്ടിയതാണ്. ഓക്കെ, അതുകൊണ്ട് ഞാൻ ഇങ്ങോട്ട് എടുത്തു. ഇത് ഓഫ് കോഴ്സ് എൻ്റെ കയ്യിലൊരു 4 ഇതുണ്ട്, എന്ത് സിംഗിൾ ബെഡ്ഷീറ്റ്സ്. പിന്നെ ഞാൻ എനിക്ക് 2 ഡബിൾ ബെഡ്ഷീറ്റ്സ് അല്ല, ഡബിൾ അല്ല സിംഗിൾ അല്ല എന്നുള്ള രീതിയിൽ ഒരു 2 ഷീറ്റ് കിട്ടി. അപ്പോൾ ഞാൻ അതാണ് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് അറ്റമുറ്റും സിംഗിൾ ആണെങ്കിലും അറ്റങ്ങളൊന്നും മുട്ടാത്ത ഷീറ്റാണ്, അതുകൊണ്ട് ഞാൻ ഇത് യൂസ് ചെയ്യാറില്ല. സോ ബട്ട് എന്തെങ്കിലും അത്യാവശ്യം വന്നാലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ കയ്യിൽ വെച്ചേക്കണമാണ്. ഐ കീപ് ദിസ് യെല്ലോ ആൻഡ് ഐ വിൽ ത്രോ ദിസ് റെഡ്. ഒരു ഗ്രീൻ ഉണ്ടായിരുന്നു, അപ്പോൾ ഗ്രീനും യെല്ലോയും ഉണ്ട്. ഈ ഉടുപ്പ് ഞാനങ്ങനെ ഇടാറില്ല, പക്ഷെ എന്തെങ്കിലും ഇത് വരുമ്പോൾ ഇടാൻ വെച്ചിട്ടാണ്. ഇത് ഞാൻ കളയുന്നില്ല, കാരണം നല്ല ഡ്രസ്സുകൾ എനിക്ക് കുറച്ചേ ഉള്ളൂ. ഇത് അതിലൊന്നാണ്, അതുകൊണ്ട് ഇത് ഞാൻ കീപ്പ് ചെയ്യുന്നു. ഈ സാധനം വീട്ടിലിടണമാണ്, പക്ഷെ ഞാൻ യൂസ് ചെയ്യുന്നില്ല. അതുകൊണ്ട് ഇത് ഞാൻ ഇതുവരെ 3/4 ഇല്ലേ, നമ്മൾ 3/4 എത്ര ഉണ്ടാവും. ഇതെനിക്ക് ഇഷ്ടമല്ല. അപ്പോൾ നിങ്ങൾ ചിലക്ക് ഇഷ്ടമുള്ള സാധനമൊക്കെ ഞാൻ നാട്ടിൽ നിന്ന് കിട്ടിപ്പറക്കി കൊടുക്കുന്നു, എനിക്കറിയില്ല. ഇത് ഞാൻ കളയുന്നില്ല. മറ്റേ ഹോട്ട് ബാഗ് ആൻഡ് പട്ടീസ്, ഇതെൻ്റെ ഹെൽത്ത് പരമായി എനിക്ക് അത്യാവശ്യമുള്ള സാധനങ്ങൾ. പട്ടീസ് ഇസ് മസ്റ്റ്. ഇത് കഴിഞ്ഞു. അതിനുള്ളിൽ പിന്നെ ഇങ്ങനത്തെ ഒരു ഇളക്കാൻ സാധനം. ഇനി പത്ത് സൈഡ്. ഐ ടോൾഡ് യു നോ, SMC യൂണിഫോം. 1 2 3 നേരത്തെ നമ്മൾ കളഞ്ഞു, 4 കളഞ്ഞു. പിന്നെ ഇതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട വാങ്ങിച്ചൊരു ബൂട്ട്സാണ്. പക്ഷെ കോമഡി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇതുവരെ ഇട്ടിട്ടില്ല. ഒരു വട്ടം പോലും ഇട്ടിട്ടില്ല. ഇത് വാങ്ങിച്ച സമയത്ത് വീട്ടിൽ നിന്നിട്ട് പട്ടിഷുമായിരുന്നു, പക്ഷേ ഇതുവരെ ഇട്ടിട്ടില്ല. ഒരു സ്ഥലത്തേക്ക് പോയി, കാരണം എനിക്കറിയില്ല, ഞാൻ ഈ ഇങ്ങനത്തെ ബൂട്ട്സും ഹീൽസ് ബൂട്ട്സ് ഇടാത്തത് കൊണ്ട് എനിക്കിത് ഇട്ടിട്ട് പുറത്തേക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരുമാതിരി താറാവ് നടക്കണ മാതിരി നടക്കുമോ. പക്ഷേ എനിക്ക് ഓക്കെ ആയിരുന്നു ഞാൻ ഇട്ടിട്ട് നോക്കിയപ്പോൾ. പക്ഷേ എനിക്കൊന്ന് പുറത്തേക്ക് ഇടാൻ, നമ്മൾ ഫോട്ടോഷൂട്ടിനൊന്നുമല്ല പോകുന്നത്, ഫ്രണ്ട്സിൻ്റെ കൂടെ ജസ്റ്റ് ചില്ലിങ്ങനെ പോകുന്നതാണ്. അപ്പോൾ ഇത് ഇട്ടിട്ട് പട്ടിഷ് വാങ്ങിക്കാൻ വേണ്ടി പോകേണ്ട ആവശ്യമില്ലല്ലോ എന്ന് ആലോചിച്ചിട്ട് ഒരു സന്ദർഭം കിട്ടാത്തത് കൊണ്ട് ഇടാതെ വെക്കുന്ന 2 ചെരുപ്പുകളാണ് ഞാൻ കാണിച്ചു നിൽക്കുന്നത്. വൺ ഈസ് ദിസ് ബൂട്ട്സ്. ഐ എം നോട്ട് ഗോയിങ് ടു ത്രോ ബിക്കോസ് ഐ ലവ് ദിസ്. ഇട്ടില്ലെങ്കിൽ ഞാൻ കൈ വയ്ക്കും. ഇതെൻ്റെ ഒരു ജീൻസാണ്. എനിക്കറിയില്ല ഇത് എന്തുകൊണ്ട് ഞാൻ പെട്ടിക്കകത്ത് വെച്ചിരിക്കുന്നു, പുറത്തെടുത്ത് യൂസ് ചെയ്യാത്തതുകൊണ്ട്. ഇന്നലെ ഞാൻ ഈ സാധനം ചെയ്യണമെന്ന് ആലോചിച്ചപ്പോൾ ഇതിനെപ്പറ്റി ഞാൻ ആലോചിച്ചു. അപ്പോഴാണ് ഓർമ്മ വന്നത്, ഈ പാൻറ് എന്തുകൊണ്ട് ഞാൻ യൂസ് ചെയ്യുന്നില്ല. ഇതെനിക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന പാൻറ്റാണ്, അതുകൊണ്ട് ഇത് ഞാൻ പുറത്തേക്ക് എടുത്ത് വെക്കാണ് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇത് ഞാൻ ത്രോ ചെയ്യാണ്. നേരത്തെ കാണിച്ചിരുന്ന മറ്റേ ബ്ലാക്കിൻ്റെ വേറൊരു വെർഷനാണ്. ഐ ഡോണ്ട് വാണ്ട്, ബട്ട് ഐ ഷുഡ് നോട്ട് ത്രോ ദിസ് ബിക്കോസ് ഞാൻ ഫസ്റ്റ് വെച്ച ഒരു ചെങ്കല്, ഒരു പിങ്കി ടോപ്പില്ലേ, അതിനിടാൻ പറ്റിയ ഒരു പാൻറ് ഇതാ, അതുകൊണ്ട് ഐ കാട്ട് ത്രോ. ഓക്കെ, ഇതാണ് ഞാൻ പറഞ്ഞ വേറെ ചെരുപ്പ്. എന്തിനാ ദുബായിക്ക് ഇത് കെട്ടിപ്പറക്കി കൊണ്ടുവന്നതെന്ന് എനിക്കിപ്പോൾ അറിയില്ല. വല്ല ഫംഗ്ഷനോ എന്തെങ്കിലുമൊക്കെ പരിപാടികളൊക്കെ വരുമ്പോൾ ഇടാൻ വേണ്ടി കൊണ്ടുവന്നതാണ്. ബട്ട് സ്റ്റിൽ ഇൻ മൈ ബാഗ് ആൻഡ് വിൽ ബി സ്റ്റിൽ ഇൻ മൈ ബാഗ്. ഓക്കെ ഗൈസ്, അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് ഞാൻ മാറ്റിക്കുന്നത്. ഒരു ബാഗിനുള്ള സാധനങ്ങൾ ഞാൻ മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിൽ ഞാൻ സോർട്ട് ചെയ്യുമല്ലോ എന്ന് എനിക്കറിയില്ല, കാരണം എൻ്റെ ഫുൾ ഡ്രസ്സുകൾ ഈ 3 ബാഗിൻ്റെ അടുത്ത് കൊള്ളണ രീതിക്ക് ഞാൻ ആക്കും. ബൈ ബൈ. വേറൊരു ഇപ്പോൾ തന്നെ എഡിറ്റ് ചെയ്ത സംഭവങ്ങളൊക്കെ ഇതന്നെ എഡിറ്റ് ചെയ്ത് വരുമ്പോൾ ഭയങ്കര ലാഗാവും. അപ്പോൾ ഞാൻ ഇന്ന് ചെയ്യുന്ന വേറൊരു പരിപാടിയും കൂടി ഈ വീഡിയോയുടെ ഉള്ളിൽ കുത്തിത്തിരിക്കിയാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമോ ഇല്ല. സോ ബൈ ബൈ ഗൈസ്.